അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഇസൂസ് ഹോം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ടേസ്റ്റി ഐസ്ക്രീം കൂടിയാണിത്. പിന്നെ ഈ ഒരു ഐസ്ക്രീമിലേക്ക് നമുക്ക് ക്രീമോ അതുപോലെ എഗ്ഗോ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം കൂടെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 250 ഗ്രാമാണ്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ടത് മാറ്റി വെക്കുക. ഇനി മറ്റൊരു ബൗളിൽ തിളപ്പിക്കാത്ത സാധാരണ പച്ചപ്പാൽ 1/4 കപ്പ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഒരു ഗ്യാസ് സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി പാലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലവറും പാലും കൂടെ ചേർന്ന മിക്സർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സർ ഒഴിച്ചു കൊടുത്ത പാടെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1-2 സെക്കൻഡിനുള്ളിൽ തന്നെ പാലൊന്ന് കുറുകി വരുന്നതാണ്. പിന്നെ നമ്മൾ ഈ മിക്സർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാലൊരിക്കലും തിളയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പാലൊന്ന് കുറുകി വന്ന് ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറും പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഏകദേശം 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് അത്യാവശ്യം തിക്കായി വരുന്നതാണ്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് കുറച്ച് നേരം ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ചൂടാറിയപ്പോൾ ഇതിൻ്റെ തിക്നെസ്സും ഒന്ന് കൂടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇത് തണുപ്പിക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് തണുപ്പിച്ചെടുക്കാനായിട്ട് ഏകദേശം 7-8 മണിക്കൂറോളം ടൈം എടുക്കേണ്ടി വരും. സാധാരണ ഒരു തണുപ്പിക്കലല്ല, നമുക്കിത് നല്ല ഐസ് ഫോമിലേക്കാക്കി മാറ്റിയെടുക്കണം. അതായത് ഈ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഈ ഐറ്റം നമുക്ക് നല്ല സോളിഡ് ഫോമിലേക്കാക്കി മാറ്റണം. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഐസ്ക്രീം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഐസായി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടണം. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു മിക്സ്ചർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ക്രീം ഫോമിലാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇനി ഇത് തണുപ്പിക്കാനായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഏകദേശം നമ്മൾ ഐസ്ക്രീമിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് തണുപ്പിക്കണം. അതിനായിട്ട് ഏകദേശം 5-6 മണിക്കൂറോളം ടൈം എന്തായാലും എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കിത് ഒരു ഉച്ചയ്ക്കുള്ള ഫംഗ്ഷന് ഡെസേർട്ടായിട്ട് കൊടുക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് ഈവനിങ്ങിൽ ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് 2 സ്റ്റെപ്പിലുള്ള തണുപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഉച്ചക്കത്തേക്ക് ഡെസേർട്ടായിട്ട്
സെർവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അങ്ങനെ 5 മണിക്കൂറിന് ശേഷം നമ്മൾ ഐസ്ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കപ്പിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ ഇത് ഇങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ രസം നല്ലൊരു ഫ്രൂട്ട് സലാഡായിട്ട് കഴിക്കാനാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ അരിഞ്ഞിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മസ്റ്റായിട്ട് ഫ്രൂട്ട്സും കൂടെ ഇട്ടിട്ട് കഴിച്ച് നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഫ്രൂട്ട് സലാഡായിട്ട് തന്നെ ഉണ്ടാക്കി നോക്കി കഴിക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.